നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കും എന്ന ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. തെക്കുംകര പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. തിരൂരിൽ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ കമ്മിറ്റികളുടെ സംയുക്ത സമ്മേളനം ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്ന് പോരാടിയാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി COA 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുത്തക കമ്പനികളുടെ അനിയന്ത്രിതം കടന്ന് ഇടയ്ക്കിടെയുള്ള പേ ചാനൽ വൈദ്യുതി നിരക്ക് വർധന കേബിൾ TV വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേരളം നിക്ഷേപ സമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ യാതൊരു ഉപാധികളുമില്ലാതെ കോടികളുടെ നിക്ഷേപം COA സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. 10,000ങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ നൽകിയ COA പുനരധിവാസ പദ്ധതിയിലേക്ക് 50 ലക്ഷം രൂപ നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകാത്തത് ഖേദകരമാണെന്നും കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന KECBയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ വാർഷിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ ജില്ലാ ബിസിനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, ന്യൂസ് മലയാളം ചാനൽ ഡയറക്ടർ സുധീഷ് പട്ടണം, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു CA എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കൺവീനർ ജേക്കബ് ജെറോം നന്ദി അറിയിച്ചു. 80% കാര്യങ്ങളും സംഘടനയുടെ ബിസിനസ്സും ആ ബിസിനസ് നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയങ്ങളും അതോടൊപ്പം തന്നെ അതിനുള്ള പരിഹാരവും അതോടൊപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭാവി കാലത്തെ നോക്കിക്കാണേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംഘടനയുടെ നയരൂപീകരണം അടക്കമാണ് കൺവെൻഷൻ ചർച്ച ചെയ്യുക. അപ്പൊ ആ നയം രൂപീകരിക്കുന്നത് അതിന്റെ ഏറ്റവും മുകളിലെ തട്ടിലുള്ള തലത്തിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ഏതാണ്ട് 350-ലധികം പ്രതിനിധികൾ 2 ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന് അവിടെ സംഘടനയുടെ സെക്രട്ടറിയും KCCLന്റെ MDയും അതുപോലെ തന്നെ മറ്റ് സംരംഭക കൂട്ടായ്മകളുടെ ഭാരവാഹികളും അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ വിശദമായി ചർച്ച നടത്തി ആ ചർച്ചയ്ക്കുള്ള മറുപടി അടക്കം ക്രോഡീകരിച്ച് രൂപീകരിക്കുന്ന നയം, ആ നയരേഖയാണ് അതിനുശേഷം വിളിച്ചു ചേർക്കുന്ന ഇത്തരത്തിലുള്ള കൺവെൻഷനുകളിൽ അവതരിപ്പിക്കുന്നത്. വിവരാവകാശ ഭൂമാഫിയ തട്ടിപ്പിനെതിരെ നടപടിയെടുക്കുമെന്ന് ഇന്ന് ചേർന്ന കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങളെ വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിവരാവകാശ തട്ടിപ്പുകാർക്കെതിരെയും ഭൂമാഫിയ തട്ടിപ്പിനെതിരെയും നടപടിയെടുക്കാനും വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്യാൻ കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് പരാതി നൽകുകയും
കക്ഷികളെ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്തി പാരിതോഷികം കൈപ്പറ്റുന്ന പ്രക്രിയയ്ക്കാണ് നിയമ നടപടി സ്വീകരിക്കുക. കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നയിടത്ത് നേരിട്ടെത്തി കരാറുകാരെ ഭീഷണിപ്പെടുത്തിയും തടസ്സപ്പെടുത്തിയും പാരിതോഷികങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭൂരഹിതർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഉപയോഗപ്പെടുത്തി ഏജന്റുമാർ നിലം വാങ്ങി ഗുണഭോക്താക്കളുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് വീട് പണിയാൻ കഴിയാതെ 486 ഫയലുകൾ കോർപ്പറേഷൻ പരിധിയിലുണ്ട്. ഈ കുടുംബങ്ങൾ ഭൂ ഉടമകളാണ്. മറ്റൊരു സഹായവും വീട് പണിയുന്നതിനോ സ്ഥലം വാങ്ങിക്കുന്നതിനോ ലഭ്യമല്ല. നിലമായതിനാൽ വീട് പണിയാൻ സാധിക്കില്ല. ഈ കാട്ടുകൊള്ള നടത്തിയത് ഇത്തരത്തിലുള്ള വിവരാവകാശ ഭൂമാഫിയ ഏജന്റുമാരാണ്. നിരവധി വിഷയങ്ങളിൽ ഇവർ ഇടപെടുന്നു. AR രാഹുൽനാഥ് കൌൺസിലറാണ് ഈ വിഷയം കൌൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അധ്വാനത്തിന്റെ പ്രതിഫലം ചോദിച്ച് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് നേരെ LDF സർക്കാർ നടത്തുന്ന കിരാത നടപടികളിൽ പ്രതിഷേധിച്ച് തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം നേരുന്നത് ഒരു ന്യായമായ കാര്യമല്ലേ? ഇവിടെ ആശാ വർക്കർമാർ ചോദിച്ചത് കേവലം 7000 രൂപ മാത്രമാണ് ഓണറേറിയം ലഭിക്കുന്നത്. 2000 രൂപ ഇൻസെന്റീവ് ഉണ്ട് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായി മാത്രമാണ് ആ ഇൻസെന്റീവ് ലഭിക്കുന്നത്. കേരസമിതിയുടെ പൊതുയോഗം മാടക്കത്ര പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. കേരസമിതി അംഗങ്ങളെല്ലാം പങ്കെടുത്തു. കുറ്റിപ്പയർ വിത്ത്, പാവൽ വിത്ത്, മാവ് ഗ്രാഫ്റ്റ് തൈകൾ എന്നിവ സൗജന്യമായും എല്ലുപൊടി, ബോറോക്സ് എന്നിവ പകുതി വിലയ്ക്കും ബെനിഫിഷ്യറി പൈസ അടച്ചവർക്ക് തെങ്ങ് യന്ത്രവും നൽകി. കേരള കാർഷിക സർവകലാശാലയിലെ പ്രശസ്തനായ ഡോക്ടർ ബെറിൻ പത്രോസിന്റെ തെങ്ങിന്റെ കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ക്ലാസും അഗ്രോ ക്ലിനിക്കും നടത്തി. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള ക്ലാസിനും അഗ്രോ ക്ലിനിക്കിനും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ എത്തിച്ചേർന്നിരുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ MP വിൻസെന്റ് XMLA ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി ML ബേബി, ഭാസ്കരൻ K മാധവൻ, NS നൌഷാദ്, ബേബി പാലോലിക്കൽ, CA ജോസ്, ഉദയകുമാർ H, ജിജോ ജോർജ്, PB ബിജു, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ലിസി ജോൺസൺ, സഫിയ ജമാൽ, മേജോ മോസസ് എന്നിവർ പങ്കെടുത്തു. സമരം ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ മണ്ഡലം കേന്ദ്രീകരിച്ച്, പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇന്ന് കേരളത്തിലാകെ ഇത്തരത്തിലുള്ള തീജ്വാലകൾ കത്തിപ്പടരുകയാണ്. നമുക്കറിയാം, 10-17 ദിവസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീജനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം കുടിക്കാൻ
ഭക്ഷണം കഴിക്കാൻ, കുട്ടികളെ പോറ്റാൻ, എന്നുവേണ്ട പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരാണ്. അവരെ കണ്ടില്ലെന്ന് നടിച്ച് അവർക്ക് വർഷങ്ങളായി സംസ്ഥാന സർക്കാരുകൾ ഐക്യജനാധിപത്യ മുന്നണി വരുമ്പോൾ മാത്രം അവർക്ക് കാലോചിതമായിട്ട് പരിഷ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 2 ടേമായിട്ട് പോലും ഇടതുപക്ഷ സർക്കാർ, വലിയ വിപ്ലവ സംഘടനകളെന്ന് പറയുന്നവർ തൊഴിലാളിത്യ പ്രവർത്തകരുടെ മേലാളന്മാരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നവർ തങ്ങളുടെ കയ്യിലെ രക്തപതാക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ചിക്കാഗോയിൽ മരിച്ചു വീണപ്പോൾ അവരുടെ രക്തത്തിൽ മുക്കിയെടുത്ത പതാകയാണെന്ന് വിശേഷിപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭരണമുള്ള കേരളത്തിൽ നമുക്ക് ഒക്കെ തലകുനിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ സംഘടനാ ജനറൽ സെക്രട്ടറി വി.ഒ. ജോയ് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ സർവകലാശാലയിലെ ഒരുപാട് നാളത്തെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ജീവനക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ട ഒരു വ്യക്തിത്വമാണ് പടിയിറങ്ങുക. സർവകലാശാല കാലാകാലങ്ങളിലായി വന്ന വൈസ് ചാൻസലർ, രജിസ്ട്രാർ, മറ്റ് ഡീൻസ് ആൻഡ് ഡയറക്ടേഴ്സ് എന്നിവരുമായി സൗഹൃദ ബന്ധത്തിൽ ഇടപെട്ട് സർവകലാശാലയുടെ ഉന്നമനത്തിനും അന്തസ്സിനും ഉതകുന്ന രീതിയിൽ പ്രവർത്തനം നടത്തി പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനാ നേതാവാണ് വി.ഒ. ജോയ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ കമ്മിറ്റി അംഗമായി തുടങ്ങി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. എല്ലാ സർവകലാശാലകളുടെയും സംഘടനാ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഇൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റായി. സംഘടനാ സംസ്ഥാന സമ്മേളനത്തിൽ യാത്രയപ്പ് യോഗം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി. അധ്യാപക സർവീസ് സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്ന ഇദ്ദേഹം തൃശൂർ ജില്ലാ കൺവീനർ സ്ഥാനം അലങ്കരിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ച് വികസന പ്രവർത്തനങ്ങളുടെ ചാലക ശക്തിയായി. വെള്ളാനിക്കരയിലുള്ള അഗ്രികൾച്ചറൽ കോളേജിലെ PTA പ്രസിഡന്റായി. ഇദ്ദേഹത്തിന്റെ പടിയിറക്കം സർവകലാശാല സമൂഹത്തിന്റെ നഷ്ടമാണ് എന്ന് ഇതര സംഘടനകൾ പോലും സമ്മതിക്കുന്നു. പടിയിറങ്ങുമ്പോൾ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന വിഷയമാണ് സംഘടനയുടെ യാത്രയപ്പ് സമ്മേളനം. ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര PHCയിൽ 2007 മുതൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ KS ജയന്തി വിരമിച്ചു. ഡോക്ടർ ജയന്തി വെള്ളാനിക്കര PHCയിൽ ചാർജ് എടുക്കുമ്പോൾ പഴയ കെട്ടിടമായിരുന്നു. നാട്ടുകാരിലൊരാളായ ഡോക്ടർ ആശുപത്രിയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വഹിച്ച പങ്ക് വലുതായിരുന്നു. അതിനെക്കുറിച്ച് ഡോക്ടർ തന്നെ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന നിര്യാതനായ KK സുരേന്ദ്രന്റെ മകളാണ് ഡോക്ടർ ജയന്തി. നിരവധി വർഷങ്ങൾ സ്വന്തം നാട്ടുകാരെ സേവിച്ചതിന്റെ ചാരിതാർത്ഥ്യവുമായിട്ടാണ് പടിയിറക്കം. ഡോക്ടർ ജയന്തി സൂപ്രണ്ടാണ്. ഇന്ന് ഈ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ സൂപ്രണ്ടായിട്ട് 7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. 25 വർഷത്തോളം സർവീസ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് 4-5 PSCകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ESIയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനെന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് ഈവനിങ് OP തുടങ്ങാൻ പറ്റി. അത് തന്നെ കൊണ്ട് ആൾക്കാർക്ക് ഒരു 7 മണി വരെയുള്ള സർവീസ് OP കൊടുക്കാൻ പറ്റി. പിന്നെ അന്നൊക്കെ ഉച്ചവരെ ഉണ്ടായിരുന്നു OP ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അത് തുടങ്ങിയപ്പോൾ അതൊരു ജനങ്ങൾക്കൊരു സൗകര്യമായിരുന്നു. പിന്നെ നല്ലൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങി. അതിലിപ്പോൾ നമുക്ക് കിടത്തി ഇവരെ തളർന്നവരെയും സ്ട്രോക്ക് വന്നവരെയും അതുപോലെ ആക്സിഡൻറ്റ് വന്ന് കിടപ്പായ രോഗികളെയും എല്ലാവരെയും നമ്മളിവിടെ ഫിസിയോതെറാപ്പി കൊടുക്കും. ഡെയിലി ഒരു 30 OPയോളം നമുക്ക് വരുന്നുണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ സാമ്പത്തികമായിട്ട് കുറഞ്ഞ പാവപ്പെട്ട ആൾക്കാരെ വീട്ടിൽ പോയി വാഹനം വിട്ട് കൊണ്ടുവന്നാക്കി ചെയ്തു കൊടുക്കണം. ഓരോ പഞ്ചായത്തിൽ ഡെയിലി വെച്ച് ചെയ്യുന്നുണ്ട്. അതും ചെയ്തു കൊടുക്കേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് അത് വലിയൊരു ഗുണമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ നമ്മുടെ പഴയ കെട്ടിടത്തിൽ ചെറിയ റൂമിലായിരുന്നു നല്ല ഡോക്ടർമാരും ഇരുന്നിരുന്നത്, OP നോക്കിയിരുന്നത്. അത് ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഒരു എന്തെങ്കിലും ഡോക്ടറോട് പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊരു പ്രശ്നമായിരുന്നു. നമുക്കിപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് പുതിയ കെട്ടിടം പണിയോടുകൂടി സെപ്പറേറ്റ് ഓരോ ഡോക്ടർക്കും ഓരോ ക്യാബിൻ വിത്ത് AC ആയിട്ടുള്ളൊരു ക്യാബിൻ റൂമായതുകൊണ്ട് എല്ലാ പേഷ്യൻസിനും സൗകര്യമായി. എല്ലാവർക്കും അത് സംസാരിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ പുതിയ
ബിൽഡിങ്ങിലാക്കിയിട്ടുണ്ട്. ഹൈടെക് ലാബ് ഉണ്ട്, ഡെൻ്റൽ യൂണിറ്റ് ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഡെൻ്റൽ ഡോക്ടർ ഉണ്ട് നമുക്ക്. പക്ഷെ അവർക്ക് ഡെൻ്റൽ ചെയർ ഇല്ലാതെ, സൗകര്യമില്ലാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് CSR ഫണ്ട് വെച്ച് പവർ ഗ്രിഡിൽ നിന്ന് വെച്ച് ഡെൻ്റൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അത് മുഖേന നമുക്ക് റൂട്ട് കനാൽ അടക്കമുള്ള സർവീസുകളും കുറഞ്ഞ നിരക്കുകൾ, പല്ല് ഫില്ല് ചെയ്യണ കാര്യങ്ങൾ, എക്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കെയിലിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ ജനങ്ങൾക്ക് വലിയൊരു സർവീസാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വന്ന് ഇതെല്ലാം ചെയ്യണത് നമ്മൾ തന്നെ വിചാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഫണ്ട് മുഖേനയാണ് നമ്മുടെ ഈ കെട്ടിടം പണിത് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ള സഹകരണം, സാമ്പത്തികമായിട്ടുള്ള പ്രൊജക്റ്റ് വയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുള്ള സഹകരണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതുകൂടാതെ നമുക്കിപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം ഒരുവിധം ശരിയായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 36 സെൻറ്റ് നമുക്ക് നല്ലൊരു കെട്ടിടം പണിയാനും അതുപോലെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനും എല്ലാം പറ്റും. പിന്നെ തന്നെയല്ല നമുക്ക് നമ്മുടെ ഇസാഫിൽ നിന്ന് നമുക്കൊരു വെഹിക്കിൾ വാഹനമില്ലാതെ പുറത്ത് പബ്ലിക് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് രോഗികളെ പോയി കാണണമെങ്കിലോ ഒക്കെ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു സഹായം കൊണ്ട് നമുക്കൊരു നല്ലൊരു വണ്ടി ഇസാഫിന് കിട്ടുകയും. തെക്കുംകര പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗങ്ങൾക്കുള്ള 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സബിത സതീഷ്, PR രാധാകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, ICDS സൂപ്പർവൈസർ ഡോണ വിജയൻ എന്നിവർ സന്നിഹിതരായി. തിരഞ്ഞെടുക്കപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 110 പേർക്ക് കട്ടിൽ വിതരണം ചെയ്തു. ചലോ പാർലമെന്റ് മുദ്രാവാക്യമുയർത്തി ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മാർച്ച് 25-ന് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി സമര പ്രക്ഷോഭത്തിലേക്ക് പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം വടക്കാഞ്ചേരിയിൽ നൽകി. ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019-ലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുക, കോർപ്പറേറ്റ് വൽക്കരണ നടപടികൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ പ്രക്ഷോഭമായി വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സംഘാടക സമിതി രക്ഷാധികാരി S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PK പുഷ്പാകരൻ സംസാരിച്ചു. ജാഥ മാനേജർ KP സണ്ണി, വൈസ് ക്യാപ്റ്റൻ പ്രബിൻ പ്രഭാകരൻ, ജാഥ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. NK പ്രമോദ് കുമാർ സ്വാഗതം ആശംസിച്ചു. MG ഉമേഷ്, നകുലൻ, VK വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ മാർച്ചിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഇവിടെ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്കകത്ത് പെട്രോളിന്റെ ഡീസലിന്റെ വില നിശ്ചയിക്കുന്നത് എന്നാണ് ഭരണാധികാരികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇവിടെ കൂടും. എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇവിടെ കുറയുന്നില്ല എന്ന് മാത്രമല്ല, ഭീകരമായി ഇവിടെ വർദ്ധിപ്പിച്ച് അദാനി അംബാനിയെ പോലുള്ള ആളുകളെ സഹായിക്കുന്ന നിലപാടാണ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിച്ച് ഒരു ന്യായമായ വിലയ്ക്ക് ഇന്ധനം അഥവാ ഡീസലും പെട്രോളും കുറഞ്ഞ വിലയ്ക്ക് തൊഴിലാളിക്ക് നൽകണം. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. രണ്ടാമത്തെ, തിരൂര് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും സാമൂതിരിയും കൊച്ചി മഹാരാജാവും സംഗമിച്ചിരുന്ന തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മഹോത്സവത്തിന് തുടക്കം. മാർച്ച് 2, 3, 4 തീയതികളിൽ രേവതി അശ്വതി ഭരണി ആഘോഷങ്ങൾ പോട്ടൂർ കോലഴി മുളകുന്നുത്തുകാവ് ക്ഷേത്രങ്ങളും ദേശങ്ങളും ഭരണിയൂട്ട് ഈ വർഷം തിരൂർ ക്ഷേത്രം ദേശം നടത്തുന്നു. തുടർച്ചയായി 78 മണിക്കൂർ പൂജാ ചടങ്ങുകളും വിശേഷാൽ പൂജകളുമുണ്ട്. തിരൂർ വടക്കുറുമ്പക്കാവ് ക്ഷേത്രം അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അശ്വതി ഭരണി രേവതി ദിവസങ്ങളിൽ 7 ആനകളെ വീതം എഴുന്നള്ളിച്ച് പ്രശസ്ത വാദ്യകലാകാരന്മാരുടെ മേളവും പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. ഗുരുവായൂർ നന്ദനാണ് തിടമ്പേറ്റുന്നത്. എഴുന്നള്ളിപ്പിന് ശേഷം ഭരണിയൂട്ട് നടക്കുന്നുണ്ട്. ചങ്ങാഴിവാലി ക്ഷേത്രത്തിലെ വേല ആഘോഷമായ പാക്കനാർ വേല, പെരുമ്പൂതം, ആണ്ടിക്കിടാവ്, നായാടിക്കളി, കാളകളി, മണ്ണാർഭൂതം എന്നീ നാടൻ കലാരൂപങ്ങളും
വായി ക്ഷേത്രത്തിലെ കോമരത്തോടിനോട് ഒരുമിച്ചുള്ള എഴുന്നള്ളിപ്പും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ക്ഷേത്ര പരിസരം 1 കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഈശ്വരൻ അയ്യർ, സെക്രട്ടറി ഹരിദാസൻ പാടശ്ശേരി എന്നിവർ പങ്കെടുത്തു. MK ജയചന്ദ്രൻ, മഹേശ്വരൻ, സത്യൻ കോലഴി, വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളും ഉണ്ടായിരുന്നു. പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട കാര്യം 2025 കുംഭമേളയെ സംബന്ധിച്ച് 4 ദേശങ്ങൾ ഉൾപ്പെടുന്ന 6000 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു തട്ടകമാണ് തിരൂർ വടമുക്കാവ് ദേവസ്വം. 3 ദിവസം രേവതി അശ്വതി ഭരണി ദിവസങ്ങളിലാണ് വേല നടക്കുന്നത്. എല്ലാ ദിവസവും 7 ആനകൾ വീതമുള്ള പൂരം നടക്കും. ഇന്നലെ മുതൽ സാംസ്കാരിക പരിപാടികളും അതുമായി ബന്ധപ്പെട്ട നൃത്ത, സംഗീത, വാദ്യോപകരണ മത്സരങ്ങളെല്ലാം പ്രദർശനങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദേശങ്ങളും ആനച്ചമയങ്ങളും പ്രദർശനമുണ്ട്. എല്ലാ ദേശങ്ങളും കേന്ദ്ര, കേരള സംസ്ഥാനങ്ങളുടെ നിയമത്തിന് വിധേയമായിക്കൊണ്ടുള്ള പ്രദർശനവും ആനയെ എഴുന്നള്ളിപ്പും നടത്തി വരുന്നുണ്ട്. മേളം, പഞ്ചവാദ്യം ഇത്യാദി കാര്യങ്ങൾ പതിവ് പോലെ നടക്കുന്നുണ്ട്. ഭരണി ദിവസം തിരൂർ ദേശം വക ഏകദേശം 6000 പേർക്ക് വരുന്ന ഊട്ടുമഹോത്സവം, നമ്മൾ പ്രസാദ ഊട്ട് വിതരണവും ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് രേവതിവേല ഉത്സവം കോട്ടൂർ ദേശവും, അശ്വതിവേല മഹോത്സവം കോലഴി ദേശവും, ഭരണിവേല മഹോത്സവം ഒളവന്നത്തോ ദേശവുമാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ദേശത്തിൻ്റെ പുറപ്പാടും ഓരോ ദേശത്തിൻ്റെ പൂരത്തിന് ഏതൊക്കെ രീതിയിൽ സംഘടിപ്പിക്കണമെന്ന് കാലാകാലങ്ങളായി ലിഖിതമായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുണ്ട്. തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 5 പ്രതികൾ റിമാൻഡിൽ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പയ്യാക്കരയിൽ വെച്ച് പഴയന്നൂർ സ്വദേശിയായ ജനീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് 5 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പയ്യാക്കരയിലുള്ള വീട്ടിലെത്തിച്ച് ഇടിച്ചും മറ്റും കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ 5 പ്രതികളെയാണ് വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. മുപ്ലിയം സ്വദേശിയായ കിരൺ, കല്ലൂർ സ്വദേശിയായ സ്റ്റാലിൻ, നടത്തറ സ്വദേശി വിനോദ്, പൗണ്ട് സ്വദേശി സൂരജ്, കൂട്ടാലിപ്പാടം സ്വദേശി ക്രിസ്റ്റോ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം?
കിടക്കയിൽ മൂട്ട മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണയും ഉത്തരവ് കത്തിക്കലും നടന്നു. പാർലമെന്ററി പാർട്ടി നേതാവ് PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. നേതാക്കളായ VM കുര്യാക്കോസ്, O ശ്രീകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, ജോഷി കല്ലിയേൽ, PV ഹസനാർ, അഷ്റഫ് കരുമത്ര, AR സുകുമാരൻ, സണ്ണി മാരിയിൽ, IA സബീല തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിയാം, ഇന്ന് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ സഹോദരിമാർ, ആശാ വർക്കർമാർ എന്ന് പറഞ്ഞ് ആരോഗ്യരംഗത്ത് സുദീർഘമായ സേവനം നടത്തുന്ന നമ്മുടെ ആശാ വർക്കർമാർ, അവർ അനന്തപുരിയുടെ വിരിമാറിൽ ഇന്ന് തെരുവിൽ സമരം ചെയ്യുമ്പോൾ ആ സമരമൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിണറായി സർക്കാർ, നമുക്കറിയാം, അവർക്ക് പരിപാടിക്ക് ആളെ കൂട്ടാൻ, CPM-ന്റെ പരിപാടിക്ക് ആളെ കൂട്ടാൻ അവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കും. വനിതാ മതിൽ പണിയാൻ അവർ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആശാ വർക്കർമാരെയും അങ്ങനെയുള്ള വനിതാ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, പക്ഷേ അവർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. PSC-യുടെ ചെയർമാന് അതിരുവിട്ട് ക്രമാതീതമായ ശമ്പളം ഉയർത്തുന്നു. KV തോമസിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന KV തോമസിന് ലക്ഷങ്ങൾ കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ ആരോഗ്യരംഗത്ത് ഇത്രയും വലിയ സേവനം ചെയ്യുന്ന ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അവിടെ ആശാവർക്കർമാർ ഓടിയെത്തുന്നു. ഒരു കുത്തിവയ്പ്പിന് ആശാവർക്കർമാർ ഓടിയെത്തുന്നു. അതല്ലെങ്കിൽ മറ്റുള്ള പോളിയോ അടക്കമുള്ള മറ്റു സർവേകളും ആരോഗ്യരംഗത്തെ പ്രഷർ, ഷുഗർ നോക്കലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ആശാവർക്കർമാർ ഓടിയെത്തുന്നു. പക്ഷെ അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അവർ മാനസികമായ കേരള സർക്കാരിന്റെ ക്യാൻസർ രോഗനിർണയ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മാർച്ച് 2-ന് ഏകദിന മെഗാ ക്യാൻസർ പരിശോധന ബോധവൽക്കരണ ക്യാമ്പ് നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അശ്വിനി ആശുപത്രിയിലാണ് ക്യാമ്പ്. തീർത്തും സൗജന്യമാണ് പരിശോധന. ക്യാമ്പിൽ 3 ഗൈനക്കോളജിസ്റ്റ്, 2 സർജൻമാർ എന്നിവരുടെ സേവനം ലഭ്യമാണ്. ക്യാൻസറിനെ മറികടന്നവരുടെ അനുഭവങ്ങൾ, പോഷകാഹാര എക്സിബിഷൻ എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സജീവ് കുമാർ, KK സുഗതൻ, PK രാജു, PA സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. പാലിയേക്കരയ്ക്കടുത്തുള്ള ചിറ്റിശ്ശേരിയിലെ ചൂളയിൽ വെച്ച് കത്തിച്ചാണ് നശിപ്പിച്ചത്. തൃശൂർ സിറ്റി ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. 2025 ജനുവരി മാസത്തിൽ തന്നെ 99.120 കിലോഗ്രാം കഞ്ചാവും 236.27 ഗ്രാം മെത്താഫിറ്റാമിനും 500 ഗ്രാം MDMA-യും 5.274 കിലോഗ്രാം ഹാഷിഷ് ഓയിലും സിറ്റി പോലീസ് ഇത്തരത്തിൽ നശിപ്പിച്ചിരുന്നു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും.
സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച തൃശൂരിന്റെ സ്വന്തം അഭിമാനം, അർജുന അവാർഡ് ജേതാവ് കൂടിയായ IM വിജയനോടുള്ള ആദരസൂചകമായി തൃശൂർ വാക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൗരാവലി സ്വീകരണം നൽകുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 മാർച്ച് 4 വൈകിട്ട് 6 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് സ്വീകരണ പരിപാടി. IM വിജയന് സുവർണ ബോൾ സമ്മാനിക്കും. സ്വീകരണത്തിന്റെ ഭാഗമായി വൈകിട്ട് 5 മണിക്ക് പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ മന്ത്രിമാർ, MLAമാർ, മേയർ, തൃശൂർ കളക്ടർ, സിനിമാ താരങ്ങൾ തുടങ്ങി സ്പോർട്സ്, സാമൂഹിക, വ്യവസായ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജോസഫ് തോമസ് കോനിക്കര, മാർട്ടിൻ, അഡ്വക്കേറ്റ് അഖില സുധാകരൻ, ബിജു ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗൂഗിൾ പേജുകൾ റിവ്യൂ ചെയ്യാം എന്ന ഓൺലൈൻ ജോബ് വാഗ്ദാനത്തിൽ 22 ലക്ഷം രൂപ തട്ടിയ 2 പേരെ പൂനെയിൽ നിന്ന് പിടികൂടി. പൂനെ സ്വദേശികളായ കുൽക്കർണി ഹോസ്പിറ്റലിന് സമീപം സഗാരെ, ഭാരത് നഗറിൽ മിലിന്ദ് ഭാരത് ബസത്വർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ചാവക്കാട് സ്വദേശിനിക്ക് ഗൂഗിൾ പേജുകളുടെ റിവ്യൂ ചെയ്തതിലൂടെ വീട്ടിലിരുന്ന് ലാഭമുണ്ടാക്കാമെന്ന പേരിൽ വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട് ഇവർ അയച്ചുകൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാമിലൂടെ ചെയ്യേണ്ട ടാസ്കിനെ കുറിച്ച് അറിയാൻ ബന്ധപ്പെടുകയായിരുന്നു. ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിംഗിനായി പണം അടയ്ക്കേണ്ടതുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതി വന്യജീവി സംഘർഷം, സാമൂഹ്യ ബോധങ്ങളിലും ഭരണ നയങ്ങളിലും സമൂല മാറ്റം അനിവാര്യമെന്ന് വെൽഫെയർ പാർട്ടി ചർച്ചാ സംഗമം. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിലാണ് വെൽഫെയർ പാർട്ടി നടത്തിയ ചർച്ചാ സംഗമത്തിൽ ഈ അഭിപ്രായം ഉയർന്നത്. നിരന്തര പ്രയത്നങ്ങളിലൂടെ നിലവിലെ കാഴ്ചപ്പാടുകളിലും നയനിലപാടുകളിലും മാറ്റം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദാണ് അധ്യക്ഷത വഹിച്ചത്. മനുഷ്യരും വന്യജീവികളും സംഘർഷത്തിന്റെ യാഥാർത്ഥ്യമെന്ന വിഷയത്തിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ PS ഈസ, വന്യജീവി ആക്രമണം പ്രതിരോധത്തിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ അമിതാഭ് ബച്ചനും പ്രഭാഷണങ്ങൾ നടത്തി. സദസ്യരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടികൾ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S ഇർഷാദ് ഉപസംഹാര പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി മിർസാദ് റഹ്മാൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ നന്ദിയും അറിയിച്ചു. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലവും തൃശൂർ മണ്ഡലവും ചേർന്ന് തൃശൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഷാജു, ജോസഫ് ജോർജ്, ജിജിമോൻ മാപ്രാണം എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ആനന്ദ് സ്വാഗതവും ജോൺസൺ ഐനിക്കൽ നന്ദിയും അറിയിച്ചു. പണം അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വിദ്യാഭ്യാസമുള്ളവനും ഈ കെണിയിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. ഇന്ന് നിങ്ങൾ ഫോൺ എടുത്തൊന്ന് ഫോൺ ഡയൽ ചെയ്താൽ അപ്പോൾ ഒരു സൈബർ ക്രൈം തട്ടിപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണം. എന്നിട്ടും നടക്കുന്നു ഈ സൈബർ തട്ടിപ്പുകൾ. മറ്റൊരു വശമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് കൃത്യമായി കിട്ടേണ്ട സ്ഥലങ്ങളിൽ സാധാരണക്കാരന് പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ. NCC ദേശീയ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഗുർബീൽ പാൽ സിംഗ് PVSM, AVSM, VSM തൃശൂർ NCC നഗർ സന്ദർശിച്ചു. കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എറണാകുളം ഗ്രൂപ്പിന് കീഴിലുള്ള 7 കേരള ഗേൾസ്, 23 കേരള, 24 കേരള, 1 കേരള റീമൗണ്ട് ആൻഡ് വെറ്ററിനറി ബറ്റാലിയനുകൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് അദ്ദേഹം എത്തിയത്. വയനാട് ഉരുൾപൊട്ടലിൽ NCC കേഡറ്റുകൾ വഹിച്ച പങ്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, സ്വച്ഛ് ഭാരത് അഭിയാൻ, പുനീത് സാഗർ അഭിയാൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കേഡറ്റുകളുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പരിശീലകർക്കും കേഡറ്റുകൾക്കും പുരസ്കാരങ്ങൾ നൽകി. ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കും എന്ന ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. തെക്കുംകര പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. തിരൂരിൽ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മഹോത്സവം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.